മോരുകറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയത് 1 ബൗൾ, തൈര് 1 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വെള്ളം 1 കപ്പ്, ഉപ്പ് പാകത്തിന്. കറിയിലേക്ക് അരച്ചു ചേർക്കാൻ ആവശ്യമുള്ളവ: ചിരകിയ നാളികേരം 1 കപ്പ്, ജീരകം 1/4 ടീസ്പൂൺ, പച്ചമുളക് 2-3 എണ്ണം. കറിയിലേക്ക് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. മോരുകറി തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് കുമ്പളങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വെള്ളം എന്നിവ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇത് 2 മിനിറ്റ് നേരം വീണ്ടും അടച്ചു വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നാളികേര പേസ്റ്റ് കറിയിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കറി മൂടി വെച്ച് ചെറുതായി ഒന്ന് തിളപ്പിക്കാം. ഇത് അധികം നേരം തിളപ്പിക്കാൻ പാടില്ല, ചെറുതായി ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ചെറുതായി തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കറിയിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മോരുകറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.